കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ശിക്ഷണങ്ങളും നൽകി അവർക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ സൂഫിവര്യന്മാരുടെയും സാദാത്യങ്ങളുടെയും മഹത്തായ പാരമ്പര്യം 20-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ആടിയുലയുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കേരളീയ മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഇസ്ലാമിനെ അതിലേക്ക് കലർപ്പുകളും മറ്റും വന്നു കൂടുന്നതിന് മുമ്പായി തന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്ന ഭാഗ്യത്തോടൊപ്പം ആ മഹത്തായ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുവാൻ അവർക്ക് എക്കാലവും നേതൃത്വം നൽകുവാൻ വളരെയേറെ ആത്മാർത്ഥതയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും സാദാത്യങ്ങളും ഉണ്ടായി എന്നാണ് നാം പറഞ്ഞു വന്നത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നതോടുകൂടെ ഇസ്ലാമിക ലോകത്ത് തന്നെ വമ്പിച്ച ചിന്താപരമായ മാറ്റങ്ങളുണ്ടായി, പുതിയ വ്യാഖ്യാനങ്ങളുണ്ടായി, പുതിയ വിശദീകരണങ്ങളുണ്ടായി. അതുവരെയും മുസ്ലിം ലോകം നന്മയെന്നും സൽക്കർമ്മമെന്നും വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളുടെയും നിജസ്ഥിതിയെ സംബന്ധിച്ചുള്ള ശക്തമായ ചോദ്യങ്ങളുമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലരും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഈ ചിന്താധാരകൾ കേരളക്കരയിലേക്കും കടന്നു വന്നു എന്നതാണ് വസ്തുത. ഈ സന്ദർഭത്തിൽ ജനങ്ങൾ സംശയത്തോടെയും ആശങ്കയോടുകൂടെയും നമ്മുടെ മഹത്തായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും നോക്കിക്കാണുന്ന ഒരു സാഹചര്യം വരികയും മാത്രമല്ല സമൂഹത്തിൽ പലതരം ഫിത്നകളും ഈ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്യുന്നതിനെ വളരെ വേദനയോടുകൂടെയും അതിലേറെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെയും ആദ്യമായി നോക്കിക്കണ്ടത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളായിരുന്നു. കോഴിക്കോട്ടെ പൗരപ്രമുഖനും പണ്ഡിത പ്രവരനുമായിരുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഇത് വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി. പുതിയ ചിന്താധാരകളിൽപ്പെട്ടുകൊണ്ട് സമൂഹം ഇന്നുവരെയും നിലനിർത്തിപ്പോരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടാകുന്നത് തീർത്തും അഭികാമ്യമല്ല എന്ന് മനസ്സിലാക്കിയ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ ആ കാലഘട്ടത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവൻ വിളിച്ചു ചേർക്കുകയും എന്നിട്ട് അവരെ ഈ കാര്യം പറഞ്ഞു തര്യപ്പെടുത്തുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. നമ്മുടെ പൂർവികരായ ആൾക്കാർ, നമ്മുടെ പൂർവികരായ നായകന്മാർ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ മാബരികൾ മുതൽ മഖ്ദൂമമാർ മുതൽ മഹാന്മാരായ പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും സമുദായത്തെ കാലാകാലങ്ങളിൽ ഛിദ്രകളിൽ നിന്നും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും സംരക്ഷിച്ചതുപോലെ മുമ്പിൽ നമ്മുടെ സമുദായത്തെ രക്ഷിക്കുവാനും അവർക്ക് ശരിയായ ശിക്ഷണം നൽകുവാനും തർബിയത്ത് നൽകുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് പണ്ഡിതന്മാരെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അതിനെ തുടർന്നുണ്ടായ ചിന്തകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭയുടെ രൂപീകരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് എന്നാണ് കേരള മുസ്ലിമീങ്ങളുടെ ചരിത്രം പറയുന്നത്. 1921 ആദ്യമായി കേരളത്തിൽ മുസ്ലിങ്ങളുടെ മേഖലയിൽ ഉണ്ടായത് നിഷ്പക്ഷ സംഘം എന്ന് പറയുന്ന ഒരു സംഘമായിരുന്നു. അവര് ഇത്തരത്തിലുള്ള നേരത്തെ നാം സൂചിപ്പിച്ച ക്രമത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. 1922 ആയപ്പോഴേക്ക് അതിന് ഐക്യസംഘം എന്ന പേരിൽ പുതിയ ഒരു ലേബൽ ഉണ്ടായി. അവരും ഈ മേഖലയിലൂടെയാണ് പോയത്. അതിനുശേഷം നാം കാണുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പുതിയ പേരിലേക്ക് ഈ സംഘം ചുവടുമാറുന്നതായിട്ടാണ്. ഈ സന്ദർഭത്തിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതവര്യന്മാരും സാദാത്യങ്ങളും ഈ കാര്യത്തെ സംബന്ധിച്ച് ഗൗരവതരമായ ആലോചനകളിൽ ഏർപ്പെടുകയുണ്ടായത്. മഹാന്മാരായ പണ്ഡിതന്മാർ കണക്ക് കൂട്ടി ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിലുള്ള ഒരു ശ്രമം, ഒരു സംഘം, ഒരു ശ്രമവുമായി സമൂഹത്തെ സമീപിച്ചാൽ തീർച്ചയായും അത് നിഷ്കളങ്കരായ സമൂഹത്തിലെ പല അംഗങ്ങളെയും സ്വാധീനിക്കാൻ അവർക്ക് കഴിയുമെന്ന് മാത്രമല്ല അവരെ വിശ്വാസപരമായും കർമ്മപരമായും വഴിപിഴപ്പിക്കാൻ വരെ അത് ഹേതുകമായി തീരുമെന്നവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിനെ തടയുക എന്ന ഒരു മഹത്തായ ഉദ്ദേശവുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് 1926 രൂപം നൽകുകയുണ്ടായത്. ആ മഹത്തായ പണ്ഡിത സംഘടന 1926 മുതൽ അതിൻ്റെ മഹത്തായ പ്രയാണം ആരംഭിക്കുകയും അതിൻ്റെ പ്രയാണത്തിൽ 85 വർഷങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുകയും പിന്നിടുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അഭിമാനത്തോടുകൂടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 85ാം വാർഷികം ആഘോഷിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളും അദ്ദേഹം വിളിച്ചു ചേർത്ത മഹാന്മാരായ പണ്ഡിത
പണ്ഡിത പ്രതിഭകളും അവർ വിഭാവനം ചെയ്തതുപോലെ, അവർ മനസ്സിൽ കണ്ടതുപോലെ തന്നെ മുൻഗാമികളായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ സമൂഹത്തെ സംരക്ഷിച്ചത് വലിയ വലിയ അപകടങ്ങളിലായിരുന്നു. കാരണം എന്തെന്നാൽ ആ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക ലോകത്തെ ഉടലെടുത്ത ചിന്താധാരകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മുഅ്തസിലി വിശ്വാസം എന്ന് പറയുന്നത്. ഖവാരിജുകളുടെ വിശ്വാസം മറ്റൊന്നായിരുന്നു. ഷിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായ ഒരു ചിന്താധാരയായിരുന്നു. ഇത്തരത്തിലുള്ള വികലമായ ചിന്താധാരകളിൽ നിന്നെല്ലാം കേരളീയ സമൂഹത്തെ രക്ഷിച്ചത് മുൻഗാമികളായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വഴിയിൽ നിന്നുകൊണ്ട്, അവരുടെ പാതയിൽ നിന്നുകൊണ്ട്, അവരുടെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും നിന്നുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ പുതിയ വ്യാഖ്യാനങ്ങളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും തെറ്റായ ചിന്താധാരകളിൽ നിന്നും സംരക്ഷിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏറ്റെടുക്കുകയുണ്ടായത്. അത് നിർവഹിക്കുന്ന കാര്യത്തിൽ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നടന്ന അതേ വഴിയിലൂടെ തന്നെയായിരുന്നു സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നാം സൂചിപ്പിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ച സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ പറഞ്ഞല്ലോ. ആ സാമൂഹ്യ പ്രതിബദ്ധത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കാണിക്കുകയുണ്ടായി. സമസ്ത പ്രവർത്തി പദത്തിൽ വന്നതിന് ശേഷമുണ്ടായ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഖിലാഫത്ത് ലഹളയ്ക്ക് ശേഷമുണ്ടായ വളരെ ഖേദകരമായ രംഗങ്ങളുടെയും ചിത്രങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഭാഗമായിരുന്നുവല്ലോ. മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ, മഹാന്മാരായ സാദാത്യങ്ങളുടെ നേതൃത്വത്തിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ മലബാറിലെ മുസ്ലിമീങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പാണ് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കലാപത്തിന് പിന്നിലേക്ക്, ഖിലാഫത്ത് ലഹളയിലേക്കെല്ലാം മുസ്ലിമീങ്ങളെ പിടിച്ചു തള്ളിയതും അവർക്ക് പിന്നിൽ നിന്ന് പ്രോത്സാഹനം നൽകിയതും സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു എന്നത് ചരിത്രത്തിലെ ഒരു മറക്കാൻ കഴിയാത്ത വസ്തുതയാണ്. എന്നാൽ ഒരുപാട് ദുര്യോഗങ്ങൾ ഏറ്റുവാങ്ങുകയും ഒരുപാട് ദുരന്തങ്ങൾക്ക് പാത്രീഭവിക്കുകയും ചെയ്ത മുസ്ലിം സമുദായം ഖിലാഫത്ത് ലഹളക്ക് ശേഷവും മലബാർ കലാപത്തിനു ശേഷവും അനുഭവിക്കേണ്ടി വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ അവഗണനയായിരുന്നു എന്നതാണ് ചരിത്രം. പ്രാദേശികമായി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുസ്ലിമീങ്ങളെ അവഗണിക്കാൻ തുടങ്ങി. മലബാറിൽ മുസ്ലിമീങ്ങളുടെ നേരെ അവർ സംശയത്തിന്റെ ദൃഷ്ടി അയക്കാൻ തുടങ്ങി. മാത്രമല്ല, മുസ്ലിമീങ്ങൾ ദേശക്കൂറില്ലാത്തവരാണ് എന്നും അവർക്ക് ചിന്തയില്ലാത്തവരാണ് എന്നും ശാസ്ത്രീയമായ പ്രതികരണങ്ങളുടെ ശേഷിയില്ലാത്തവരാണ് എന്നുമെല്ലാം അവർ പറയുകയും, മാത്രമല്ല ഖിലാഫത്ത് ലഹളയടക്കമുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ സമർത്ഥമായി രക്ഷപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഈ സംഭവങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തെ വല്ലാതെ ഒറ്റപ്പെടുത്തുകയുണ്ടായി. മാനസികമായും സാമൂഹികമായും അവരെ വേദനിപ്പിക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിലായിരുന്നു 1933 മാർച്ച് 5-ാം തീയതി ഫറോക്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 6ാം വാർഷിക സമ്മേളനം നടത്തിയത്. ഐതിഹാസികമായ 6ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ചിന്ത അതുതന്നെയായിരുന്നു. മുസ്ലിങ്ങളെ അവഗണിക്കുകയും അവർക്കെതിരെ വ്യക്തമായും വ്യംഗ്യമായും രംഗത്ത് വരികയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ തീരുമാനവുമായിട്ടായിരുന്നു 1933 നടന്ന ഫറോക്ക് സമ്മേളനം പിരിയുകയുണ്ടായത്. ഇത് കോൺഗ്രസിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ആശയത്തോട്, സാമുദായിക രാഷ്ട്രീയം എന്ന ആശയത്തോട് മാനസികമായി പൊരുത്തപ്പെടാനും അതാണ് നമ്മുടെ അവലംബം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ രക്ഷാമാർഗം എന്നത് തിരിച്ചറിയുവാനും മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചൊരു വസ്തുതയായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹ്യ മേഖലകളിൽ ശക്തമായ സാന്നിധ്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പൂർവ്വസൂരികളെ പോലെ അറിയിക്കുകയുണ്ടായി എന്നതുപോലെ തന്നെ സമൂഹത്തിൽ കാലാകാലങ്ങളിലായി പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായ നിലപാടുകളുമായി അന്നു മുതൽ ഇന്നുവരെയും ഇനിയുള്ള കാലങ്ങളിലുമെല്ലാം മുന്നോട്ട് പോകുമെന്നത് നമുക്ക് ധൈര്യസമേതം വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ചരിത്രം പറയുന്നത് 1950കളിൽ വല്ലാത്ത ജീർണതകൾ പ്രകടമായ കാലമായിരുന്നു എന്നാണ്. ആ കാലത്തിലുണ്ടായിരുന്ന ജീർണതകളിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് മക്ബറകൾ, ജാറങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെടാറുള്ള നേർച്ചകളിലുള്ള അനാചാരങ്ങളായിരുന്നു എന്നാണ്. ഈ അനാചാരങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് വിഭാഗം, ഒരുപാട് തരം സാമൂഹ്യ പ്രവർത്തകരായ ആൾക്കാർ, മതമേഖലയിലെ പുതിയ പ്രവർത്തകന്മാരായ ആൾക്കാർ, അവർ നേർച്ചകൾ തന്നെ നിരോധിക്കപ്പെടേണ്ടതാണ്, നേർച്ചകൾ തന്നെ പാടില്ലാത്തതാണ്, ജാറങ്ങൾ തന്നെ കൊട്ടിയടക്കപ്പെടേണ്ടതാണ് എന്ന വാദവുമായി രംഗത്ത് വരുന്ന ആ സന്ദർഭത്തിൽ 1951 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഐതിഹാസികമായ വടകര സമ്മേളനത്തിൽ, ആ സമ്മേളനം സംഘടനയുടെ 19ാം വാർഷിക മഹാസമ്മേളനമായിരുന്നു.
ആ സമ്മേളനത്തിൽ ജാറങ്ങളുടെയും നേർച്ചകളുടെയും എല്ലാം പിന്നിലുള്ള സകലമാന അനാചാരങ്ങളെയും നിർത്തലാക്കണമെന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പകരമായി അന്നദാനം തുടങ്ങിയ നല്ല കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കണമെന്നും സമുദായത്തെ ഉത്ബോധിപ്പിക്കുവാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും ശ്രമിക്കുകയുണ്ടായി. ഇങ്ങനെ ജീർണതകൾക്കെതിരെ ശബ്ദിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 85 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ പ്രയാണത്തിനിടയിൽ സമാനമായ ഒരുപാട് തരം ജീർണതകൾ, ആ ജീർണതകൾ സമൂഹത്തിൽ വന്ന് അടിഞ്ഞുകൂടുന്നതിനെ ശക്തമായി അപലപിക്കുകയും ശക്തമായി താക്കീത് ചെയ്യുകയും അതിനുവേണ്ടി സമുദായത്തിന് വേണ്ടി കാവലിരിക്കുകയും ചെയ്തു എന്നത് അവിതർക്കിതമായ കാര്യമാണ്.